അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ചോറ് മുളകിന് കൊടുക്കാം. മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ, ഇത് നമുക്കൊരു കിടിലൻ മന്തി ഉണ്ടാക്കിയാലോ? ചിക്കൻ മന്തി. അപ്പൊ നമ്മൾ കുക്കറിൽ ഒരു മന്തി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മന്തിയാണ്. അപ്പൊ എല്ലാവരും കുക്കറിലല്ലാതെ എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചിരുന്നു. അപ്പൊ കുക്കറിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കുക്കർ ഇല്ലാതെ ഉണ്ടാക്കാട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചിക്കൻ മന്തി ഇല്ലേ, അതേ ടേസ്റ്റിലാണ് ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മന്തി മസാല ചേർക്കുന്നില്ല, അതുപോലെ സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മന്തി ഉണ്ടാക്കാന്. എന്താ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത് നോക്കിയാലോ? മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് സെല്ല വൈറ്റ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ നീളമുള്ള വെള്ള റൈസ് തന്നെ നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു ചിക്കന് 8 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ചിക്കൻ ഒന്നും അല്ല കേട്ടോ, സ്കിന്നില്ലാത്ത ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതിന് ആദ്യം തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഉപ്പും എണ്ണയും മസാലയൊക്കെ നല്ല പോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, വരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല നമ്മൾ വെക്കുന്ന രീതിയിൽ മന്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടോ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി. ഇനി നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ മുകളിൽ മറ്റൊരു ചിക്കൻ വെക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ലപോലെ വേവില്ല. അപ്പോൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ചിക്കൻ മാഗി ക്യൂബും വേണം കേട്ടോ. പിന്നെ കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ റൈസ് വേവിക്കുന്നതിലോട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ചിക്കനിലേക്കാണ് എല്ലാ സ്പൈസസും ചേർക്കുന്നത്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഇതിലേക്ക് ചേർക്കണം കേട്ടോ ചിക്കൻ മാഗി ക്യൂബ്. ചിക്കൻ മാഗി ക്യൂബ് ചേർത്താൽ മാത്രമേ നമ്മുടെ ചിക്കൻ മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ചിക്കൻ മാഗി ക്യൂബ് അത്ര ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ഇത് ചേർത്തിരിക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർക്കാൻ. 2 എണ്ണം മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കനും 4 കപ്പ് അരിയും വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 2 ചിക്കൻ മാഗി ക്യൂബ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റൈസും ചിക്കനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിക്കൻ മാഗി ക്യൂബും ചേർക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ട്. അതുകൊണ്ട് ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി, അധികം ഉപ്പൊന്നും ചേർക്കരുത്. പിന്നെ നമ്മളിനി ഇതിലോട്ട് ചേർക്കേണ്ടത് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കളറിന് പകരം കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടണം എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മുളക് പൊടി ഒരിക്കലും ചേർക്കണം എന്നില്ല. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറിനൊന്നും അത്രയ്ക്ക് എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന അളവിൽ എന്താണെങ്കിലും 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. അതായത് 4 കപ്പ് റൈസിനും ഒരു ചിക്കനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. 250 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ. ഇനി ഇത് നല്ല പോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനുമേ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് കളർ ചേർക്കുന്നത്. അപ്പോൾ ചിക്കനിലും റെഡ് കളർ കിട്ടും, അതുപോലെ നമ്മൾ റൈസിലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കളർ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ശരിക്കും കളർ തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണം അരി വേവിച്ചെടുക്കാൻ. അപ്പോൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം കേട്ടോ ഈ വെള്ളത്തിലോട്ടിട്ട് വേവിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റാർച്ചിൻ്റെ ഒക്കെ അംശം ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നത്. ഇനി ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ റൈസൊക്കെ വെക്കുമ്പോൾ പകുതി വേവ് അല്ലെങ്കിൽ 1/4 വേവ് വരെ വേവിച്ചെടുക്കുക എന്നാണല്ലോ പറയാറ്. പക്ഷേ ഇങ്ങനെ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് വേവാവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. എന്ന് വിചാരിച്ചാൽ ഒത്തിരി വേവിച്ചെടുക്കരുത്. അതായത് കറക്റ്റ് വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം. ചോറ് വെന്ത് അളിഞ്ഞു പോകുന്നത് വരെ വേവിക്കരുത്. പാകത്തൊരു വേവാകുമ്പോൾ നമ്മൾ ചോറ് ഊറ്റിയെടുക്കണം.
അപ്പോൾ ചോറ് ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുകയാണ്. നല്ലൊരു പാകത്തെ വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായിട്ട് കുക്ക് ചെയ്യും ചെയ്യരുത്, വേവാതെ ഊറ്റിയെടുക്കും ചെയ്യരുത് കേട്ടോ. അതാണ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചോറിൻ്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറ് വേവിച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ദം ചെയ്യുമ്പോൾ ചൂടോട് കൂടി തന്നെ ദം ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചോറ് ഊറ്റിയെടുക്കുന്ന സമയം തന്നെ മറ്റേ അടുപ്പിൽ ചിക്കനൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇന്നപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റിൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ 5 മിനിറ്റ് വേവിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് മാത്രമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവിക്കേണ്ടത്. ചിക്കനൊക്കെ ഇങ്ങനെ തന്നെ വേവിച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടും. മാത്രമല്ല നമ്മുടെ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തൊരു ടെക്സ്ചറിലായിരിക്കും കേട്ടോ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം നമ്മൾ വേവിച്ച ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത്യാവശ്യം വെന്ത ചോറ് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്ന് വിചാരിച്ച് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. പാകത്തൊരു വേവിന് വേവിച്ച ചോറ് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഹോട്ടലിലൊക്കെ അവർ മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ റെഡ് ഫുഡ് കളറും അതുപോലെ റൈസിൽ യെല്ലോ കളറും ആണ് കേട്ടോ ചേർക്കുക. ഞാൻ കളർ ചേർക്കുന്ന അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്തത്. ഇനി നമ്മുടെ റൈസിന് സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി അപ്പം തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവറും കിട്ടിക്കോളും. ഇനി കുറഞ്ഞ തീയിൽ 1 മണിക്കൂറാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറൊന്നും ഓവറായിട്ട് കുക്കായി പോകുന്നില്ല കേട്ടോ. അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. കാരണം നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ചിക്കനൊന്ന് വെന്തായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോറ് ഓവറായിട്ട് കുക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം 1 മണിക്കൂറാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണല്ലോ. അപ്പോൾ ഓവറായിട്ട് കുക്കാക്കിയ ചോറ് വെക്കരുത്. അത്യാവശ്യം പാകത്തിന് വെന്ത ചോറ് മാത്രം ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഈ ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ആദ്യം ഈ പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം ചിക്കനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ പാനിൻ്റെ അടിയിലാണ് നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലും കളറും അതുപോലെ സ്പൈസസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ചോറ് ആദ്യം മാറ്റുക. അതിനുശേഷം ചിക്കനും ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മന്തി സെർവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എല്ലാ ചോറിലേക്കും ഓയിലും സ്പൈസസും കളറൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ചിക്കൻ മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോറ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്ന സീനിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ, അതുകൊണ്ട് ഇപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല, ചോറ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. 3 കളറിലാണ് ഇപ്പോൾ നമ്മുടെ ചോറ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വൈറ്റ് കളർ ചോറ് നമ്മൾ നേരത്തെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ ചോറ് ഞാനിപ്പോൾ ഇവിടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കനും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നല്ല ഫ്രൈ ചെയ്തൊരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. മോളൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ചും കൂടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവളോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് മന്തിന്ന്. മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മതി. നല്ല രസമുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അല്ലേ. സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു മന്തിന്റെ സ്മെല്ലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന മന്തി ഉണ്ടല്ലോ, അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 2 സോസും മയോണൈസും ഇതും. അതേ ടേസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
ചോറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നോക്കാട്ടോ. കണ്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ് ചിക്കന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാനിപ്പോ ആകെ ഒരു 15 മിനിറ്റ് മാത്രമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മളിത് ഓവർനൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആക്കാം കേട്ടോ. ചിക്കനുമേ ഉപ്പും ഇതൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കട്ടോ. നമ്മളിപ്പോ മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോ രാത്രി തന്നെ ഫ്രിഡ്ജില് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പൊ അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെക്കുക. അപ്പൊ മോള് എങ്ങനെയുണ്ട്? പിന്നെ ഋഷു പനിയായിട്ട് കിടക്കാട്ടോ. അതാണ് ഇപ്പൊ അവന് വീഡിയോയിൽ വരാത്തെ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ഒരു പൊള്ളി മന്തി തന്നെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്ത മന്തിയേക്കാൾ നല്ല മന്തി ഇത് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റേ കുക്കർ മന്തി നല്ല പൊളി തന്നെയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമുക്ക് കുറച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടില് പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ്. പിന്നെ ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ നോമ്പിന് മുമ്പ് നമുക്കൊന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നോമ്പിന് ഉണ്ടാക്കാം, പിന്നെ പെരുന്നാളിനും ഉണ്ടാക്കാം കേട്ടോ. അതാണ് ഞാനിപ്പോ ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ ഓക്കെ, നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.